കുക്കറിലുണ്ടല്ലോ 10 മിനിറ്റിൽ മന്തി ഉണ്ടാക്കിയെടുത്താലോ. നോമ്പിലൊക്കെ നിങ്ങൾ പത്തിരിയും ഇടിയപ്പമൊക്കെ തിന്ന് മടുത്തെങ്കിൽ ഇതുപോലെ മന്തി ഉണ്ടാക്കി നോക്കുക കേട്ടോ. 10 മിനിറ്റ് മതി. വീട്ടിലുള്ള ചെറിയ നമുക്ക് ഒരുപാട് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മന്തി കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 1/2 കിലോ ചിക്കൻ സാധാരണ നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയും കൂടി തേച്ച് മുളക് പുരട്ടി നമ്മൾ പൊരിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഞാനൊന്ന് 1/2 കിലോ ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതങ്ങനെ ഒന്ന് പൊരിച്ച് മാറ്റിക്കോ. എന്നിട്ട് ഒരു സവാള ഞാനിപ്പോൾ ഒരു 1.25 നാഴി നീള റൈസ് ഉണ്ടല്ലോ, നമ്മൾ മന്തി റൈസ് അതിലുണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു സവാള ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് വട്ട അരിഞ്ഞ് അത് മാറ്റി വെക്കാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ഇത്രയും കൂടി ഒന്ന് അരിഞ്ഞ് എടുത്തിട്ട് നമ്മൾ ആ ചിക്കൻ പൊരിച്ച് വെച്ചേക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് കളയണ്ട. ആ എണ്ണ നമുക്ക് കുക്കറിലേക്ക് ആ ഓയിൽ നമുക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓയിൽ എടുത്ത് ഒഴിക്കാം കേട്ടോ. ഞാനിത് പാം ഓയിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ചില ആളുകൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പം ആദ്യമേ തന്നെ ഇട്ടത് ചെറിയ കുഞ്ഞ് വെള്ളം തിളപ്പിക്കുന്ന ചെറിയ ജീരകമല്ലേ, ആ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, അതുപോലെ 2-3 ഏലക്ക കേട്ടോ. അത്രയും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണേ. വയറ്റി കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. പൊട്ടിച്ചിട്ട് അതിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ ചിക്കൻ മസാലയുടെ പൗഡറോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്ന ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചുണ്ടല്ലോ അതിൻ്റെ പൗഡർ ആണെങ്കിലും മതി. 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ ഇതുണ്ടല്ലോ ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ 2 എണ്ണം അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചിക്കൻ മാഗി ക്യൂബോ അതല്ലാണ്ട് മന്തി റൈസിൻ്റെ മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ മസാലയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ആ പൊരിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ നമ്മൾ അതിലേക്ക് ഒന്ന് കൊട്ടിയിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ മന്തി റൈസ് ആയിട്ട് എടുത്തേക്കുന്നത്. നീള റൈസ് ഉണ്ടല്ലോ, ആ നീള റൈസ് ഞാനിപ്പോൾ ഒരു 1.25 നാഴി എടുത്തിട്ടുള്ളൂ. 1.5 നാഴി പോലും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം റംലാനല്ല, അപ്പോൾ നമ്മൾ ഒരുപാട് ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ 1.25 നാഴി അരി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ഓട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് ആ കഴുകി വാരി വെച്ചേക്കുന്ന കുതിർത്ത് വെച്ചേക്കുന്ന അരി കേട്ടോ ഒരു 5 മിനിറ്റ് നേരം കഴുകി വാരി അരിപ്പക്കൊട്ടയിലൊക്കെ ഒന്ന് കുതിർത്താൻ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് മസാലയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കണേ. പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കുറച്ച് മല്ലിയില ഇതുപോലെ അങ്ങോട്ട് തൂളിക്കോട്ടോ. തൂളിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ അരിയുടെ അളവ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ 1.25 നാഴി അരിയാണ്. ഞാനപ്പം നിങ്ങളിപ്പോൾ എത്ര അരി എടുത്താലും നമ്മൾ ആ വെള്ളത്തിൻ്റെ അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കാവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഇപ്പോൾ 2 നാഴിയോ നിങ്ങളിപ്പോൾ 3 നാഴിയൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇടണമെങ്കിൽ നിങ്ങൾ വെള്ളം എടുത്ത് ഒഴിക്കുമ്പം അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കാവുന്ന വെള്ളം കേട്ടോ. ഒരുപാട് മുകളിലേക്ക് പോകണ്ട, അരിയുടെ തൊട്ട് മുകളിൽ നിൽക്കാവുന്ന വെള്ളം. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ നാരങ്ങയുടെ ഒരുപാട് ചേർക്കരുത് കേട്ടോ. നാരങ്ങ നമുക്ക് ചോറിന് പുളിപ്പായി പോകും. അപ്പം ഒരു കട്ടി കുറച്ച് അരിഞ്ഞിട്ട് 2-3 ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നെയ്യ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്, കാരണം കുട്ടികളൊക്കെ കഴിക്കുമ്പം ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഒന്നും പറയില്ല, ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നെയ്യ് കൊണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഞാൻ 2 വിസിലടുപ്പിച്ചായിരുന്നു കേട്ടോ. 2 വിസിലടുപ്പിച്ചിട്ട് അങ്ങോട്ട് തീ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് പുകച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കുഴിമന്തിയിൽ ഒരു പുകച്ചോവയൊക്കെ ഉണ്ടാകത്തില്ലേ, അപ്പോൾ അങ്ങനെ പുകച്ചോവ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഈ അടുപ്പിൽ കത്തിക്കുന്ന കരിക്കട്ട, അടുപ്പിൽ കത്തിക്കുന്ന കരിക്കട്ട നമ്മൾ എടുത്തു കൊടുത്തിട്ട് ഈ മരക്കട്ട അതിൻ്റെ സംഭവം അതെടുത്തു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടെ. ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കണത് എന്താണെന്നറിയാമോ, നമ്മൾ ഈ അടുപ്പിൽ ഈ കരിക്കട്ട ഒന്ന് കത്തിച്ചിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ വച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പുകഞ്ഞ് വരുമല്ലോ. അപ്പോൾ ഈ പുകയുടെ നമ്മൾ മന്തി കഴിക്കുമ്പോൾ ഒരു പുകച്ചുവയുണ്ടല്ലോ, ആ പുകച്ചുവ ഈ ചോറിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ. അപാരമാണോ, നല്ല ടേസ്റ്റ് വരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.25 നാഴി അടിക്ക് ശരിക്കും തികഞ്ഞില്ല കേട്ടോ. കാരണം ഞാനാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, പത്തിരിയൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നിപ്പോൾ ഉണ്ടാക്കിയത് ഈ ഒരു ഐറ്റമായിരുന്നു. അപ്പം പെട്ടെന്ന് തീർന്നും പോയി കേട്ടോ. അപ്പോൾ മണ്ടത്തിനെ പറ്റിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 നാഴി അരിക്കൊക്കെ ഉണ്ടാക്കാമായിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പം ഇടുക്കാൻ നേരമായപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് വലിയ പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ഒന്നും കൂടി ജസ്റ്റ് പുകച്ചായിരുന്നു കേട്ടോ. ഒന്നും കൂടി ജസ്റ്റ് പുകച്ചെടുത്തിട്ടായിരുന്നു. അപ്പം
ഇച്ചിരി സർലാസോ അതിൽ എന്താ വെച്ചാൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ചോറാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയേ. ഇപ്പം നല്ലൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ.